ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഈ പെരുന്നാളിന് എന്തായാലും ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റുമാണ്, സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ വീഡിയോ സേവ് ചെയ്തെടുക്കാൻ മറക്കണ്ടേ. ഫസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യിലും വെളിച്ചെണ്ണയിലും കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഉള്ളി റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണേ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് മേളത്തിന്റെ ബിരിയാണി മസാല കേട്ടോ. ഈ ഒരു മസാല യൂസ് ചെയ്യുമ്പോൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലും ആണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നാടൻ കോഴി എടുത്തതുകൊണ്ട് ഉപ്പും മഞ്ഞളിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രോയിലർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ കൂടെ തൈരും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. വെള്ളം കമ്മിയുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ ആഡ് ചെയ്യണേ. ഇനി ചോറിന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്പൈസസും ഓയിലും ചെറുനാരങ്ങ നീരും ഉപ്പിട്ടിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വേവായിട്ടുള്ള ചിക്കനിലേക്ക് മല്ലിയിലെയും പുതിനയിലയും കറിവേപ്പിനിലയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള റൈസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഫ്രൈ ആക്കി എടുത്തുള്ള ക്യാഷും ഉണക്കമുന്തിരിയും ഉള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഫ്ലെയിമിൽ സിമ്മിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അതുവരെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇതുപോലെ റൈസ് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.